ഇവിടെ ഇപ്പോൾ പിണറായി വിജയനും രമയും മുഖാമുഖം നിൽക്കുമോ ഇല്ലയോ എന്ന ഉദ്വിഗ്നതയുടെ ഒന്നും ഒരാവശ്യവുമില്ല ജനാധിപത്യ കേരളത്തിന്. രണ്ടുപേരും തുല്യമായി തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രണ്ട് നിയമസഭാ സാമാജികരാണ്. ഒരാൾ ചോദ്യം ചോദിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, മറ്റൊരാൾ അതിൻ്റെ ഉത്തരം പറയാൻ ബാധ്യതയോടുകൂടി നിൽക്കേണ്ട നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതേ ഉള്ളൂ ആ കാര്യത്തിലുള്ള ഏക സമീകരണം. അവിടെ എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇദ്ദേഹത്തിന് മടി? മാത്രമല്ല, ഇവർ തമ്മിൽ എവിടെയെങ്കിലും ഒരു കൂടിക്കാഴ്ച നടന്നുവെങ്കിൽ അതൊരു വലിയ വാർത്താ പ്രാധാന്യത്തോടെ അപൂർവതയായി പറയേണ്ട വരുന്ന ഒന്നായി മാറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അവിടെ ആ ജില്ലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്നു, അതിലൊരാളായി രമയിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥലം ഏറ്റെടുക്കലുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ രമ പറയുന്നു, നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നും ഒരു പത്രവാർത്ത വരുന്നു. ചിത്രങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. ഇങ്ങനെ അപൂർവമായൊരു കൂടിക്കാഴ്ച നടന്നു എന്ന് കരുതേണ്ട ഒന്നാണോ കെ രമ MLA യും പിണറായി വിജയൻ MLA യും തമ്മിൽ നിയമസഭയിൽ നടക്കേണ്ട ആശയവിനിമയം? നോക്കൂ, ഇതിൽ വേണു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയണം. പക്ഷേ ഇവിടെ ഞാനിടയ്ക്ക് പറയാറുണ്ട്, CPM-ന്റെ ദുരൂഹ രാഷ്ട്രീയം എന്ന് പറയാറുണ്ട്. അതായത് ഇതൊരു അപ്രഖ്യാപന നയമാണ്. അതായത് കെ രമയ്ക്ക് മുഖ്യമന്ത്രി ഉത്തരം നൽകേണ്ടതില്ല എന്നൊരു CPM-ന്റെ നയമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നയം അവർ പുറത്തു വരണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ല ഭീരു, CPM ആണ് ഭീരു. കാരണം കെ രമ എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയാണ്. TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ നിയമസഭയിൽ കാണുമെന്ന് ഒരു കാലത്തും CPM പ്രതീക്ഷിച്ചില്ല. അപ്പോൾ രമ ആരോടാ ചോദിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ. ഒരു ചൂണ്ടുവിരൽ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് രമ ചൂണ്ടുവല്ലോ. കേരളത്തിലെ CPM-ന്റെ ഒരു നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടാറില്ല. അപ്പോൾ കെ രമയുടെ വിരൽ ചൂണ്ടൽ മുഖ്യമന്ത്രി അഭിമുഖീകരിക്കണമെന്ന് പറയുന്നത് ആ പാർട്ടിക്ക് സഹിക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണെങ്കിൽ ഒരു തുറന്നു പറയണം, എന്ത്, കെ രമയെ CPM നിയമസഭയിൽ മുഖ്യമന്ത്രി ഉത്തരം നൽകില്ല എന്ന് പറയണം. ഇങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് ഇതുപോലെ ചോദ്യം വന്നപ്പോൾ MP രാജേഷിനെ ചുമതലപ്പെടുത്തി. ഇന്നത് മറ്റൊരു വനിതാ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അതായത് CPM-ന്റെ ഒരു സ്ത്രീവിരുദ്ധ സമീപനം എന്ന് ഞാൻ പറയുമ്പോൾ എതിർകക്ഷികളിലെ സ്ത്രീകളോടുള്ള CPM-ന്റെ സമീപനം എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കണം. അതായത് പണ്ട് KR ഗൗരിയമ്മയുടെ കാലത്തും സുശീല ഗോപാലൻ്റെ കാലത്തും ഒരു കണക്കിന് സരോജിനി ബാലാനന്ദനെ പോലും കരയിപ്പിച്ച പാർട്ടിയാണ് CPM. അപ്പോൾ പിന്നെ കെ രമയുടെ കാര്യത്തിൽ അവരെടുക്കുന്ന നിലപാടിനോടൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല.